ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിങ്ങിൻ്റെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രീൻ പാരിഷ് ആഹ്വാനവുമായി മലങ്കര സഭ. പരിസ്ഥിതി ദിനത്തിൽ ഗ്രീൻ പാരിഷ് ആഹ്വാനവുമായി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ. പള്ളികളിൽ ഉപയോഗശൂന്യമായി കിടക്കുന്ന സ്ഥലങ്ങൾ ക്രിയാത്മകമായി വിനിയോഗിക്കണമെന്ന് സഭാധ്യക്ഷനും മലങ്കര മെത്രാപ്പോലിത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ പറഞ്ഞു. പള്ളി അങ്കണത്തിലെ ഒഴിഞ്ഞുകിടക്കുന്ന ഇടങ്ങളിൽ ഫലവൃക്ഷങ്ങളും വിഷരഹിത പച്ചക്കറികളും വളർത്തണം. സൺഡേ സ്കൂൾ കുട്ടികളും യുവജനങ്ങളും ചേർന്ന് ആശയം നടപ്പാക്കണം. മുതിർന്നവർ ഇക്കാര്യത്തിൽ കുട്ടികൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകണമെന്നും പരിശുദ്ധ കാതോലിക്ക ബാവ പറഞ്ഞു. പ്ലാസ്റ്റിക് മാലിന്യമെന്ന മഹാവിപത്തിനെ ഗൗരവപൂർവ്വം കാണേണ്ടതുണ്ട്. സമുദ്ര മലിനീകരണത്തിൻ്റെ 80% പ്ലാസ്റ്റിക് മൂലമാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ജലാശയങ്ങളിലേക്ക് വലിച്ചെറിയില്ല എന്ന് നാം ഓരോരുത്തരും ദൃഢനിശ്ചയം ചെയ്യണം. വീടുകളിൽ ഉറവിട മാലിന്യ സംസ്കരണം ശീലമാക്കണം. പരിസ്ഥിതി സംരക്ഷണത്തിനായി നാം നടത്തുന്ന ഏറ്റവും ചെറിയ കാര്യങ്ങൾ പോലും ഈ ഭൂമിയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നും പരിശുദ്ധ കാതോലിക്ക ബാവ കൂട്ടിച്ചേർത്തു. ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാന കേന്ദ്ര പ്രതിനിധികളുടെ യോഗം പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയുടെ അധ്യക്ഷതയിൽ ദേവലോകം അരമനയിൽ നടത്തപ്പെട്ടു. വിക്ടോറിയൻ സർക്കാർ പ്രതിനിധികൾ പരിശുദ്ധ കാതോലിക്ക ബാവയുമായി കൂടിക്കാഴ്ച നടത്തി. ഓസ്ട്രേലിയയിലെ വിക്ടോറിയയിൽ നിന്നുള്ള സർക്കാർ പ്രതിനിധി സംഘം മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭാ അധ്യക്ഷനും മലങ്കര മെത്രാപ്പൊലിത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവയുമായി കൂടിക്കാഴ്ച നടത്തി. വിക്ടോറിയൻ സർക്കാരിലെ സഹമന്ത്രി ഷീന വാട്ട്, ഗവൺമെന്റ് ചീഫ് വിപ്പ് ലീ ടാർലാമിസ് എന്നിവരാണ് സഭാ ആസ്ഥാനമായ ദേവലോകം കാതോലിക്കറ്റ് അരമനയിൽ പരിശുദ്ധ കാതോലിക്ക ബാവയെ സന്ദർശിച്ചത്. ഡോക്ടർ യുഹാനോൻ മാർ ദിയോസ്കോറോസ് മെത്രാപ്പൊലിത്ത, അരമന മാനേജർ ഫാദർ യാക്കോബ് തോമസ് റംബാൻ എന്നിവർ ചേർന്ന് സർക്കാർ സംഘത്തെ സ്വീകരിച്ചു. ഓസ്ട്രേലിയ സന്ദർശന വേളയിൽ പാർലമെന്റിലേക്ക് സർക്കാർ സംഘം പരിശുദ്ധ കാതോലിക്ക ബാവയെ ക്ഷണിച്ചു. കാലം ചെയ്ത പരിശുദ്ധ കാതോലിക്ക ബാവമാരുടെ ഖബറിടങ്ങളിൽ പ്രാർത്ഥിച്ച ശേഷമാണ് പ്രതിനിധി സംഘം മടങ്ങിയത്. കേരള രാഷ്ട്രീയത്തിലെ സൗമ്യമുഖമായിരുന്ന ശ്രീ തെന്നല ബാലകൃഷ്ണ പിള്ളയ്ക്ക് വിട. മലങ്കര സഭയുടെ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ ബാവയുമായി ആത്മബന്ധം പുലർത്തിയിരുന്ന നേതാവായിരുന്നു അദ്ദേഹം. മുതിർന്ന കോൺഗ്രസ് നേതാവ് ശ്രീ തെന്നല ബാലകൃഷ്ണ പിള്ളയുടെ വേർപാടിൽ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ അനുശോചനം രേഖപ്പെടുത്തി. കേരള രാഷ്ട്രീയത്തിലെ ആദർശശുദ്ധിയുടെ പ്രതീകമായിരുന്നു തെന്നല ബാലകൃഷ്ണ പിള്ള. നിർമ്മലനായ പൊതുപ്രവർത്തകനായിരിക്കുക എന്നത് തൻ്റെ പ്രവൃത്തിയിലൂടെ സാധ്യമാക്കിയ നേതാവായിരുന്നു അദ്ദേഹം. ഭാഗ്യസ്മരണാർഹനായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് ദ്വിതീയൻ കാതോലിക്ക ബാവയുമായി വളരെ അടുത്ത ബന്ധം അദ്ദേഹം കാത്തുസൂക്ഷിച്ചിരുന്നു. പരിശുദ്ധ സഭയുടെ പല പ്രതിസന്ധി ഘട്ടങ്ങളിലും ശ്രീ തെന്നല ബാലകൃഷ്ണപിള്ള നൽകിയ അകമഴിഞ്ഞ പിന്തുണയെ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. വേർപാടിൽ ദുഃഖിതരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് ദൈവം ആശ്വാസം നൽകട്ടെ. അദ്ദേഹത്തിൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ തിരുമേനി അനുശോചിച്ചു. ലഹരി വിപത്തിനെതിരെയുള്ള ഡ്രഗ്സിറ്റ് സമ്മിറ്റിൻ്റെ ലോഗോയും യുയാക്കിം മാർ ഇവാനിയോസ് എന്ന ജീവചരിത്ര ഗ്രന്ഥ പ്രകാശനവും നിർവഹിക്കപ്പെട്ടു. ഡ്രഗ്സിറ്റ് സമ്മിറ്റിൻ്റെ ലോഗോ പരുമല സെമിനാരിയിൽ വെച്ച് നടന്ന ചടങ്ങിൽ സഭാ അധ്യക്ഷനും മലങ്കര മെത്രാപ്പൊലിത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമ്മയിലിന് നൽകി പ്രകാശനം ചെയ്തു. സഭയുടെ നിർണായക കാലഘട്ടത്തിൽ ചങ്കൂറ്റത്തോടെ സഭയെ നയിച്ച പിതാക്കന്മാരിൽ മുമ്പനായിരുന്നു അഭിവന്യ യുയാക്കിം മാർ ഇവാനിയോസ് പിതാവെന്ന് പരിശുദ്ധ കാതോലിക്ക ബാവ പറഞ്ഞു. യുയാക്കിം മാർ ഇവാനിയോസ് തിരുമേനിയുടെ ചരമശതാബ്ദി സമ്മേളനം പരുമല സെമിനാരിയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പരിശുദ്ധ പിതാവ്. യുവ ചരിത്ര ഗവേഷകനും ഗ്രന്ഥകർത്താവുമായ സഖറിയ പെരുമ്പടവം തയ്യാറാക്കിയ കരോട്ടുവീട്ടിൽ യുയാക്കിം മാർ ഇവാനിയോസ് എന്ന ജീവചരിത്ര ഗ്രന്ഥം ചടങ്ങിൽ പ്രകാശിപ്പിച്ചു. ചെങ്ങന്നൂർ ഭദ്രാസനാധിപൻ ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ് മെത്രാപ്പൊലിത്ത, കണ്ടനാട് പള്ളി വികാരി വെരി റവറൻ ഐസക് മട്ടുമേൽ കോറപ്പിസ്കോപ്പായിക്ക് നൽകിയാണ് പുസ്തക പ്രകാശനം നിർവഹിച്ചത്. മെത്രാപ്പൊലിത്തമാരായ എബ്രഹാം മാർ എപ്പിഫാനിയോസ്, ഡോക്ടർ മാത്യൂസ് മാർ തിമോത്തിയോസ്, അലക്സിയോസ് മാർ യൗസേബിയോസ്, ഡോക്ടർ എബ്രഹാം മാർ സെറാഫിം, മലങ്കര അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, ഹ്യൂമൻ എംപവർമെന്റ് ഡിപ്പാർട്ട്മെന്റ് ഡയറക്ടർ ഫാദർ PA ഫിലിപ്പ്, പരുമല സെമിനാരി മാനേജർ ഫാദർ എൽദോസ് ഏലിയാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ദൈവത്തിൻ്റെ അളവറ്റ കൃപയാൽ മലങ്കര ഓർത്തഡോക്സ് സഭ കാനഡ ഭദ്രാസനത്തിൻ്റെ കീഴിൽ പുതിയ ഒരു കോൺഗ്രിഗേഷൻ കൂടി നിലവിൽ വന്നു. ന്യൂ ഫൗണ്ട്ലാൻഡ് ആൻഡ് ലബ്രാഡോർ പ്രോവിൻസിലെ
കോർണർ ബ്രൂക്കിൽ പുതിയ ഒരു കോൺഗ്രിഗേഷൻ ഭദ്രാസന മെത്രാപ്പൊലിത്ത അഭിമന്യ സക്രിയാസ് മാർ നിക്കോളവോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ചു. കോൺഗ്രിഗേഷനിലെ ആദ്യ കുർബാന ജൂൺ 7 പെന്തിക്കോസ്തി പെരുന്നാളിനോട് അനുബന്ധിച്ച് നടത്തപ്പെട്ടു. കുർബാനയ്ക്കും പെരുന്നാൾ ശുശ്രൂഷകൾക്കും റവറൻ ഫാദർ ബിബിൻ ഡാനിയൽ നേതൃത്വം നൽകി. പരിശുദ്ധ സഭ ജൂൺ 8 ഞായറാഴ്ച പെന്തിക്കോസ്തി പെരുന്നാൾ ആചരിച്ചു. പരിശുദ്ധാത്മാവ് അഥവാ ദൈവാത്മാവ് കൊണ്ടുള്ള സ്നാനമാണ് പെന്തിക്കോസ്തി എന്ന് അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈസ്റ്റർ കഴിഞ്ഞിട്ടുള്ള 50-ാമത്തെ ദിവസം കൂടിയാണ് പെന്തിക്കോസ്തി പെരുന്നാൾ ആചരിക്കുന്നത്. പെരുന്നാൾ ശുശ്രൂഷകൾക്ക് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനിയും അഭിവന്യ പിതാക്കന്മാരും പ്രധാന കാർമ്മികത്വം വഹിച്ചു. മണർകാട് സെന്റ് മേരീസ് കോളേജ് നിയമനം നടത്താൻ അനുവദിക്കണമെന്ന് ആവശ്യപ്പെട്ട് യാക്കോബായ വിഭാഗം മാനേജർ എന്നവകാശപ്പെട്ട് നൽകിയ അപ്പീലും ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തള്ളി. മലങ്കര സഭയുടെ മണർകാട് സെന്റ് മേരീസ് പള്ളിയുടെ കീഴിലുള്ള മണർകാട് കോളേജിൽ നിയമപരമായ ഒരു ഗവേണിംഗ് ബോഡി നിലവിൽ ഇല്ലാത്തതിനാലും മണർകാട് പള്ളിയുടെ ഭരണ നിർവഹണം 1934 മലങ്കര സഭ ഭരണഘടന പ്രകാരം നടത്തണമെന്ന് സിവിൽ കോടതിയുടെ ഉത്തരവ് നിലനിൽക്കുന്നതിനാലും മണർകാട് കോളേജിൽ നിയമനങ്ങൾ നടത്തുന്നത് തടഞ്ഞുകൊണ്ട് കോളേജ് വിദ്യാഭ്യാസ വകുപ്പ് ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു. ആയതിനെതിരെ യാക്കോബായ വിഭാഗം കേരള ഹൈക്കോടതിയിൽ ഫയൽ ചെയ്ത ഹർജി സിംഗിൾ ബെഞ്ച് നേരത്തെ തന്നെ തള്ളിയിരുന്നു. ആയതിനെതിരെ ഫയൽ ചെയ്ത അപ്പീലും കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തള്ളി. മണർകാട് പള്ളിയുടെയും കോളേജിന്റെയും ഭരണ നിർവഹണം വ്യവസ്ഥാപിതമായ നിയമപരമായ മാനേജ്മെന്റ് ഏറ്റെടുത്തതിന് ശേഷം മാത്രമേ നിയമനങ്ങൾ നടത്തുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട കോടതി വ്യക്തമാക്കി. വയനാട് കുറിച്ചിയാർമലയിൽ വന്യജീവിയാൽ ആക്രമിക്കപ്പെട്ട മോനി മാടവനയെ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ സുൽത്താൻ ബത്തേരി ഭദ്രാസന മെത്രാപ്പൊലിത്ത അഭിവന്യ ഡോക്ടർ ഗീവർഗീസ് മാർ ബർണബാസ് തിരുമേനി മേപ്പാടി വിംസ് ഹോസ്പിറ്റലിൽ സന്ദർശിക്കുകയും പ്രാർത്ഥന നടത്തുകയും ചെയ്തു. അതോടൊപ്പം ആസ്റ്റർ വിൻസിന്റെ മാനേജിംഗ് ട്രസ്റ്റി ബഷീർ, ഡെപ്യൂട്ടി ജനറൽ മാനേജർ സൂപ്പി, അദ്ദേഹത്തെ ചികിത്സിക്കുന്ന ഓർത്തോ വിഭാഗം ഡോക്ടർ ഷമീർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തുകയും ചികിത്സയുടെ പുരോഗതി വിലയിരുത്തുകയും ചെയ്തു. മസ്കറ്റ് ഗാല സെന്റ് മേരീസ് ഓർത്തഡോക്സ് ക്രൈസ്തവ യുവജന പ്രസ്ഥാനത്തിന്റെ മാനവിക കരുതൽ. നാളുകളായി നാട്ടിലേക്ക് പോകാൻ സാധിക്കാതെയിരുന്ന മസ്കറ്റിൽ ജീവനോപാധിക്കായി കഷ്ടപ്പെട്ട ഒരു സഹോദരനെ നാട്ടിലെത്തിക്കുവാൻ ഗാല യുവജന പ്രസ്ഥാനത്തിന് കഴിഞ്ഞു. പ്രസ്ഥാനം സെക്രട്ടറി ശ്രീ അനൂപ് മാത്യു, ട്രഷറർ ശ്രീ രഞ്ജി എം തോമസ് എന്നിവരുടെ സാന്നിധ്യത്തിൽ ബഹുമാനപ്പെട്ട വികാരി ബിജോയ് അലക്സാണ്ടർ അച്ഛൻ ട്രാവൽ ഡോക്യുമെന്റ്സ് ഇന്ന് രാവിലെ മസ്കറ്റ് എയർപോർട്ടിൽ വെച്ച് അദ്ദേഹത്തിന് കൈമാറി. എയർ ടിക്കറ്റ് നൽകിയും യാത്രയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ ഒരുക്കുകയും ചെയ്തു. ലഹരിക്കെതിരെ കോൺക്ലേവുമായി മലങ്കര ഓർത്തഡോക്സ് സഭ. ഡ്രഗ്സിറ്റ് സമ്മിറ്റ് മഹാരാഷ്ട്ര ഗവർണർ ഉദ്ഘാടനം ചെയ്യും. സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന ലഹരി മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണവുമായി മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ. ഡ്രഗ്സിറ്റ് സമ്മിറ്റ് എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന ഉച്ചകോടി 2025 ജൂൺ 14 ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ സഭാ ആസ്ഥാനമായ കാതോലിക്കേറ്റ് ദേവലോകം അരമനയിൽ നടക്കും. ഉച്ചയ്ക്ക് 3 മണിക്ക് ബഹുമാനപ്പെട്ട മഹാരാഷ്ട്ര ഗവർണർ ശ്രീ CP രാധാകൃഷ്ണൻ കോൺക്ലേവ് ഉദ്ഘാടനം ചെയ്യും. സഭാധ്യക്ഷനും മലങ്കര മെത്രാപ്പോലിത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ അധ്യക്ഷത വഹിക്കും. സഭയുടെ മാനവ ശാക്തീകരണ വിഭാഗം പ്രസിഡന്റ് അഭിവന്യ ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പൊലിത്ത സ്വാഗതം ചെയ്യും. മാർത്തോമ സഭ നിലയ്ക്കൽ ഭദ്രാസനാധിപൻ അഭിവന്യ ഡോക്ടർ ജോസഫ് മാർ ബർണബാസ് മെത്രാപ്പൊലിത്ത, സീറോ മലബാർ സഭ പാലാ രൂപത മുൻ സഹായ മെത്രാൻ മാർ ജേക്കബ് മുരിക്കൻ, CSI സഭ മധ്യകേരള ബിഷപ്പ് റവറൻ ഡോക്ടർ മലയിൽ സാബു കോശി ചെറിയാൻ, ശ്രീനാരായണ ധർമ്മസംഘം കോർപ്പറേറ്റ് മാനേജർ ശ്രീമദ് സ്വാമി വിശാലാനന്ദ, കോട്ടയം താഴത്തങ്ങാടി ജുമാ മസ്ജിദ് ചീഫ് ഇമാം ഷഫീഖ് മന്നാനി എന്നിവർ ആശംസകൾ നേരും. സഭയുടെ മാനവ ശാക്തീകരണ വിഭാഗം ഡയറക്ടർ ഫാദർ PA ഫിലിപ്പ് നന്ദി രേഖപ്പെടുത്തും. കോൺക്ലേവിന്റെ ആദ്യ സെഷൻ സംവിധായകൻ ശ്രീ ബ്ലസി ഉദ്ഘാടനം ചെയ്യും. സഭയുടെ വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമ്മയിൽ സ്വാഗതം ആശംസിക്കും. പരിശുദ്ധ കാതോലിക്ക ബാവ അധ്യക്ഷത വഹിക്കും. വിഴിഞ്ഞം പോർട്ട് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ S. അയ്യർ IAS മുഖ്യ സന്ദേശം നൽകും. തുടർന്ന് വിഷയാവതരണം നടക്കും. കുട്ടിക്കാനം മരിയൻ കോളേജ് മുൻ പ്രിൻസിപ്പൽ ഡോക്ടർ റൂബിൾ രാജ്, മദ്യമുക്തി പ്രസ്ഥാനം നേതാവും സാമൂഹ്യ പ്രവർത്തകനുമായ പ്രൊഫസർ C. മാമച്ചൻ,
കോട്ടയം മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ വർഗീസ് പി പുന്നൂസ് എന്നിവർ പ്രബന്ധങ്ങൾ അവതരിപ്പിക്കും. കോട്ടയം വൈദിക സെമിനാരി പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോൺ തോമസ് കരിങ്ങാട്ടിൽ മോഡറേറ്ററാകും. സഭയുടെ അൽമായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ് എബ്രഹാം നന്ദി രേഖപ്പെടുത്തും. ലഹരിക്കെതിരായ പോരാട്ടം മലങ്കര സഭയുടെയും സാമൂഹികവും ആത്മികവുമായ ഉത്തരവാദിത്വമാണെന്ന് പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ്മ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. എല്ലാ മത, സാമുദായിക, രാഷ്ട്രീയ സന്നദ്ധ സംഘടനകളും ഈ മഹാവിപത്തിനെ തുടച്ചു നീക്കാൻ രംഗത്തിറങ്ങണം. സഭയുടെ ദേവാലയങ്ങളിലും വിദ്യാലയങ്ങളിലും വിദ്യാർത്ഥികൾക്കായുള്ള ബോധവൽക്കരണ പരിപാടികൾ തുടരുമെന്നും പരിശുദ്ധ കാതോലിക്ക ബാവ പറഞ്ഞു. ഡ്രക്സിറ്റ് ഉച്ചകോടിയുടെ ഭാഗമായി കോട്ടയം നഗരത്തിൽ ലഹരി വിരുദ്ധ സന്ദേശം ഉയർത്തി ഫ്ലാഷ് മോബുകൾ വരും ദിവസങ്ങളിൽ സംഘടിപ്പിക്കും. മലങ്കര സഭാ ആസ്ഥാനമായ ദേവലോകം കാതോലിക്കേറ്റ് അരമനയിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ സഭാധ്യക്ഷനും മലങ്കര മെത്രാപ്പൊലീത്തയുമായ പരിശുദ്ധ ബസേലിയോസ് മാർത്തോമ്മ മാത്യൂസ് തൃതീയൻ കാതോലിക്ക ബാവ, സഭയുടെ മാനവ ശാക്തീകരണ വിഭാഗം പ്രസിഡന്റ് അഭിവന്യ ഗീവർഗീസ് മാർ കൂറിലോസ് മെത്രാപ്പൊലീത്ത, മാധ്യമ വിഭാഗം പ്രസിഡന്റ് അഭിവന്യ ഡോക്ടർ യുഹാനോൻ മാർ ദിയോസ്കൊറോസ് മെത്രാപ്പൊലീത്ത, വൈദിക ട്രസ്റ്റി ഫാദർ ഡോക്ടർ തോമസ് വർഗീസ് അമയിൽ, അൽമായ ട്രസ്റ്റി ശ്രീ റോണി വർഗീസ് എബ്രഹാം, മലങ്കര അസോസിയേഷൻ സെക്രട്ടറി അഡ്വക്കേറ്റ് ബിജു ഉമ്മൻ, മാനവ ശാക്തീകരണ വിഭാഗം ഡയറക്ടർ ഫാദർ PA ഫിലിപ്പ് എന്നിവർ പങ്കെടുത്തു. മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭ സംഘടിപ്പിക്കുന്ന ഡ്രക്സിറ്റ് ലഹരി വിരുദ്ധ ഉച്ചകോടിയുടെ ഭാഗമായി കാതോലിക്കേറ്റ് ഓൺലൈൻ മീഡിയയുടെ നേതൃത്വത്തിൽ നടത്തിയ ഫ്ലാഷ് മോബ് കോട്ടയം ഗാന്ധി സ്ക്വയറിൽ നഗരസഭാ ചെയർപേഴ്സൺ ബിൻസി സെബാസ്റ്റ്യൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. ദേവലോകം മാർ ബസേലിയോസ് പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥികളാണ് ഫ്ലാഷ് മോബ് അവതരിപ്പിച്ചത്. അഡ്വക്കേറ്റ് ടോം കോര, ഫാദർ ഷിബു ടോം വർഗീസ്, ഫാദർ PA ഫിലിപ്പ്, ഫാദർ വിവേക് വർഗീസ് എന്നിവർ സന്നിഹിതരായിരുന്നു. മാനസിക നില തകരാറിലായി അലഞ്ഞു തിരിഞ്ഞ ജാർഖണ്ഡ് സ്വദേശിക്ക് ബന്ധുക്കളെ കണ്ടെത്തി സഹായഹസ്തവുമായി മാവേലിക്കര പോലീസും അരനൂറ്റിമംഗലം പൗലോസ് മാർ പക്കോമിയോസ് ശാലേം ഭവൻ മാനസിക പുനരധിവാസ കേന്ദ്രം പ്രവർത്തകരും ജോലിക്കായി സ്വദേശമായ ജാർഖണ്ഡിൽ നിന്ന് തിരുപ്പൂരിലേക്ക് എത്തവെ മാനസിക നില തെറ്റിയ നിക്കോഡിം ലുഗും എന്ന യുവാവ് മാവേലിക്കരയിൽ എത്തി. വഴിയാത്രയിൽ അലഞ്ഞു നടന്ന യുവാവിനെ മാവേലിക്കര പോലീസ് സ്റ്റേഷനിൽ നിന്ന് ശാലേം ഭവനിൽ പുനരധിവസിപ്പിച്ചു. തുടർന്ന് പോലീസ് വകുപ്പിന്റെയും ശാലേം ഭവൻ പ്രവർത്തകരുടെയും സംയുക്ത ഇടപെടലിൽ സഹോദരങ്ങളോടൊപ്പം സുരക്ഷിതമായി സ്വന്തം നാട്ടിലേക്ക് മടക്കി അയച്ചു. അഖില മലങ്കര ബസ്ക്യാമോ അസോസിയേഷന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പുതിയ ബസ്ക്യാമോമാരുമായിട്ടുള്ള മോബയുടെ കൂട്ടായ്മയിലേക്ക് പങ്കുചേരുന്നതിനായി മോബയുടെ കോർഡിനേറ്റർമാരായി മോബ പ്രസിഡന്റ് അഭിവന്യ ഡോക്ടർ മാത്യൂസ് മാർ തീമോത്തിയോസ് മെത്രാപ്പൊലീത്ത നിയമിച്ച അഡ്വക്കേറ്റ് ജൂബി തമ്പാൻ കൊച്ചമ്മയ്ക്കും അഡ്വക്കേറ്റ് അമല അന്ന തോട്ടപ്പുറം കൊച്ചമ്മയ്ക്കും മികച്ച ഹരിത സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉള്ള പുരസ്കാരം ലഭിച്ച കുട്ടിക്കാനം മാർ ബസേലിയോസ് ക്രിസ്ത്യൻ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് എന്നിവയ്ക്ക് ഇന്ത്യൻ ഓർത്തഡോക്സ് സഭാ മീഡിയ വിംഗ് അഭിനന്ദനങ്ങൾ നേരുന്നു. ഇതോടെ ഈ ആഴ്ചയിലെ ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.